നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹം എന്താണ് 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് നവീനമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് പപ്പൻകുട്ടിയാണ്. ഈ പപ്പൻകുട്ടിയിൽ നിന്നും ശുഭാനന്ദ ഗുരുദേവൻ എന്നുള്ള പേര് സ്വീകരിക്കുന്നത് 1918 അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് 1918 ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ശുഭാനന്ദൻ എന്ന പേര് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇദ്ദേഹം കുറേ യാത്രകൾ ചെയ്യുകയും അതിലൂടെ ഇദ്ദേഹത്തിന് സമൂഹത്തിൻ്റെ പല അവസ്ഥകളും മനസ്സിലാവുകയും അനാചാരങ്ങളും എല്ലാം മനസ്സിലാക്കുകയും അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം എന്തിലേക്ക് വരുന്നത്, ഈ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. അപ്പം 1918 ഇദ്ദേഹം ശുഭാനന്ദൻ എന്ന പേര് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇദ്ദേഹം ആത്മബോധോദയ സംഘം സ്ഥാപിക്കുന്നുണ്ട്. അപ്പം ആത്മബോധോദയ സംഘം സ്ഥാപിച്ചതാരാണെന്ന് ചോദിച്ചാൽ ശുഭാനന്ദ ഗുരുദേവനാണ്. അത് സ്ഥാപിക്കുന്നത് 1932 അപ്പം ഈ ഒരു ആത്മബോധോദയ സംഘത്തിൽ അതിൻ്റെ ഒരു മെയിൻ തീം നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു താൻ ഈ ഒരു സംഘത്തിൽ അംഗമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ്, കേരള സന്ദർശനത്തിന് ഗാന്ധിജി എത്തിയ സമയത്ത് മാവേലിക്കരയിൽ ഇദ്ദേഹമായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജി എത്തിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1934 ജാനുവരി 19 അതിൽ ജാനുവരി 19 ആലോചിക്കാൻ ആ ഒരു ഡേറ്റ് തന്നെ ഇയർ തന്നെ ഉണ്ട്. 1934 ഗാന്ധിജി എത്തുന്നു. അപ്പോൾ ആദ്യത്തെ ഒന്ന് നമ്മുടെ ജനുവരി, പിന്നുള്ള 19 ഡേറ്റ്, അങ്ങനെ ആലോചിക്കുക. അപ്പം ഗാന്ധിജിയെ കേരള സന്ദർശനത്തിലെത്തിയ ഗാന്ധിജിയെ മാവേലിക്കരയിൽ സ്വീകരിക്കുന്നത് ആരാണ്, ശുഭാനന്ദ ഗുരുദേവനാണ്. പിന്നീട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ ആത്മബോധോദയ സംഘത്തിലേക്ക് വേണ്ടിയിട്ട് 25 രൂപ സംഭാവന ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇദ്ദേഹം നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ട് നവീനമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആളാണെന്ന്. അപ്പം ഇദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പറയ സമുദായത്തിലെ ഉന്നമനായിരുന്നു. ഈ പറയ സമുദായത്തെ തന്നെ സാംബവാർ സമുദായം എന്നാണ് പറയുക. കേരളത്തിലാണ് അതിനെ പറയ സമുദായം എന്ന് വിളിക്കുന്നത്. അപ്പം ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹം സാംബവാർ സമുദായത്തിലാണ് ജനിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. കാരണം ഇദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത്. ഇത്രയാണ് നമ്മൾ ആരെക്കുറിച്ച് പഠിക്കുന്നത്, ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് പഠിക്കുന്നത്.